السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أعوذ بكلمات الله التامات من شر ما خلق. أعوذ بالله من الشيطان الرجيم. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകി അല്ലാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. അനേകായിരം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പരിശുദ്ധമായ ശഅബാനു ശരീഫിലെ നല്ല നല്ല ദിവസങ്ങളും ദിനരാത്രങ്ങളും നമ്മളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും അതുപോലെ തന്നെ ഈ മാസത്തിലും നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ശഅബാൻ മാസം മുഴുവനും നല്ല നിലക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഖുർആൻ ഓതാനും നോമ്പനുഷ്ഠിക്കാനും സ്വലാത്ത് ചൊല്ലാനും അല്ലാഹു നമ്മൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ നല്ല നിലക്ക് മനസ്സിലുള്ള അഹങ്കാരവും കുശുമ്പും കുനുറ്റൊക്കെ മാറ്റിവെച്ചിട്ടായിരിക്കണം നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ ഒപ്പം ചെല്ലേണ്ടത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ മുമ്പ് നമ്മളെ മനസ്സൊക്കെ ക്ലിയർ ആവണം. നമ്മളെ പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് നമ്മൾ പൊറുപ്പിക്കണം. നമ്മളെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനസ്സിന്റെ ഉടമകളാക്കി നമ്മളെയൊക്കെ മാറ്റി തരുമാറാകട്ടെ. വൈലാ ഹദ്റത്തി സയ്യിദിനാ വ ഹബീബിനാ വ മുൻജീനാ വ മുർശിദിനാ വ ഹാദീനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. എല്ലാവരും നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതാരും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ആമീൻ പറയണം, സലാം പറയണം, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വൈലാ ഹദറത്തി അജ്മീർ ഖാജ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة قطب العالم سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرة أصحاب البدرين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين. آمين. وإلى حضرتي خضر عليه السلام. الفاتحة.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرته خلفاء الراشدين المهديين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين وإلى حضرة فاطمة الزهراء الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين إن شاء الله മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ഉമ്മാവും ഉപ്പയും വല്ലുപ്പയും വല്ലുമ്മയും ഭാര്യയും ഭർത്താവും അങ്ങനെ പലരുടെയും പല ആളുകളും മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ജ്യേഷ്ഠനിയന്മാര് മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ പറയും. എല്ലാവരും കമന്റിൽ ആമീൻ പറയും. നിങ്ങൾ ആമീൻ പറയുന്നുണ്ടെന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കമന്റിൽ ആമീൻ പറയണം. അതുകൊണ്ടാണ് ഈ കമന്റിൽ ആമീൻ പറയും ആമീൻ പറയുന്ന അറിയണം കേട്ടോ. അല്ലാതെ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാഹു നമ്മളെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹ നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾ മഹാനായ മുത്തുനബിയുടെ പേരിൽ, അജ്മീർ ഖാജ തങ്ങളെ പേരിൽ, ഖദർ അലൈഹിസ്സലാം തങ്ങളെ പേരിൽ, സിഎം വലിയുള്ളാഹി തങ്ങളെ പേരിൽ, ഫാത്തിമ ബിയുടെ പേരിൽ തുടങ്ങിയ മഹദി മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം നൽകണേ അല്ലാഹ്. എടങ്ങേറ് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളൊരു പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അറിയോ? നമ്മൾ ഇത്രയും കാലം ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ളുഹ നിസ്കരിച്ചാൽ, അതുപോലെ തന്നെ വിത്ർ നിസ്കരിച്ചാൽ, താജ് നിസ്കരിച്ചാൽ ഒക്കെ നമ്മൾ ദുആ ചെയ്യുന്നത്. ശഅബാൻ മാസം വന്നപ്പോൾ അന്നത്തെ രാവിലെ നമ്മൾ ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ടല്ലോ. ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് നൽകണം. ആ ഇജാബത്തിന് വേണ്ടി നമ്മൾ അമലുകളൊക്കെ കബൂൽ ചെയ്യാൻ വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക. اللهم استجب دعاءنا يا أرحم الراحمين. 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 اللهم
استجب دعانا يا أرحم الراحمين اللهم استجب دعانا يا أرحم الراحمين اللهم استجب دعانا يا أرحم الراحمين اللهم استجب دعانا يا أرحم الراحمين اللهم استجب دعانا يا أرحم الراحمين അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ അമലുകളൊക്കെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ വളരെ കുറഞ്ഞ അമലാണ് ചെയ്യുന്നത്, ആ അമലുകൾ തള്ളപ്പെടരുത് അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞങ്ങളെ പ്രയാസങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, രോഗങ്ങൾ ശിഫയാകാൻ, മക്കൾ നന്നാവാൻ. ആ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം കൊണ്ട് ഇജാബത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് റസൂലുള്ള പഠിപ്പിച്ച ഒരു കാവലാണ്. അഥവാ ഒരുപാട് ആളുകൾ സിഹ്ർ കാരണം, കണ്ണീർ കാരണം വളരെ പ്രയാസത്തിലാണ്, വളരെ സങ്കടത്തിലാണ്. എത്രയോ ഉമ്മമാര് സങ്കടം പറയുന്നുണ്ട്, കുടുംബക്കാർ വരെ സിഹ്ർ ചെയ്തിട്ട് അനങ്ങാൻ പറ്റാത്ത രൂപത്തിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സിഹ്റും കണ്ണീറൊക്കെ സത്യാണല്ലോ. അള്ളാഹു ആ ഷർറിൽ തൊട്ട് നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് പൈശാചികമായ ഷർറാണ്, പൈശാചിന്റെ കളികളാണ് ഇതിൽ നടക്കുന്നത്, സിഹ്റിലും കണ്ണീറിലൊക്കെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുത്തുനബി നമ്മളെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, അല്ലാഹ് ആ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. أعوذ بكلمات الله التامات من شر ما خلق 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 أعوذ بكلمات الله التامات من شر ما خلق. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, ഈ കാവലിന്റെ ബറക്കത്ത് കൊണ്ട് സിഹ്റിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ, കണ്ണേറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ, അസൂയാലുക്കളെ തൊട്ട് ഞങ്ങളെ കാക്കണേ, ഞങ്ങളെ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പൈശാചികമായ എന്ത് ഷർറുകൾ ഉണ്ടെങ്കിലും സാധുക്കളായ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ഉമ്മമാര് പറയുന്നുണ്ട്, ഉസ്താദെ കഴിഞ്ഞ ശഅബാനും റജബിലൊക്കെ ഞങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്തു, ഈ ശഅബാനായപ്പോൾ റജബായപ്പോൾ ഞങ്ങൾക്ക് ഇബാദത്തൊന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. അതൊക്കെ ഇബ്ലീസിന്റെ കളികളാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലേക്ക് മടിയിട്ട് തരുന്നത് ഇബ്ലീസാണ്. ആ ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവലാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. വലിയ ഫളീലത്തുള്ളതാണ്, വലിയ ഫായിദ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി നമുക്കൊരു തസ്ബീഹ് ചൊല്ലാം. വളരെ പ്രധാനപ്പെട്ട തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. പഴയ കാലത്തൊക്കെ പള്ളിയിൽ നിന്ന് മഗ്രിബി ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് ഇങ്ങനെ കേട്ടിരുന്നു അല്ലേ? ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ പള്ളിയിൽ പോയാൽ ഇങ്ങനെ ചൊല്ലും. ഞാൻ ചെറുപ്പത്തിൽ ദർസ് പഠിക്കുമ്പോൾ ഒക്കെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചൊല്ലും. മുത്തഅല്ലിമീങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് കുറേ വല്യപ്പമാരുണ്ടാവും, വീട്ടിൽ നിന്നിട്ട് ഉമ്മമാരും ഇങ്ങനെ ചൊല്ലും. ഇന്ന് അതൊക്കെ എടുത്തു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ. അത് ചൊല്ലാനൊന്നും ആളില്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങളും ആഫത്ത് മുസീബത്തുകളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. രോഗങ്ങളും ഒക്കെ വന്നുപോയി, ശൈത്താന്റെ ഷർറുകൾ വന്നുപോയി. അള്ളാഹു കാക്കട്ടെ. എന്ത് രസമായിരുന്നു ആ പഴയ കാലം. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, വീട്ടിൽ നഫീസത്ത് മാല, മുഹിയത്തി മാല, പരിശുദ്ധ ഖുർആനെ, തസ്ബീഹുകളെ എന്ത് രസമായിരുന്നു പള്ളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക. ഉമ്മമാരൊക്കെ തയ്യാറായി വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഉന്നത പദവിയാണ്, അല്ലാഹുവിന്റെ സ്നേഹമാണ്, സ്വർഗത്തിലെ കൃഷിയിടമാണ്. ആ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, ഞങ്ങളെ ടെൻഷനുകൾ അകറ്റണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെ കരളിന്റെ കഷ്ണങ്ങളായ നമ്മളെ മാതാപിതാക്കള്, ആ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. മാതാപിതാക്കളെ മറന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നമ്മളെ സ്വർഗമാണ് നമ്മളെ മാതാപിതാക്കള്, നമ്മളെ ജീവിതത്തിലെ ബറക്കത്താണ് നമ്മളെ മാതാപിതാക്കള്. ആ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. മാതാപിതാക്കളെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ബറക്കത്തില്ല, സമാധാനമില്ല, പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉമ്മയെ ഉപ്പയെ സങ്കടപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവരെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞോ. ചെറുപ്പത്തിൽ എത്രയാണ് നിന്റെ മാതാപിതാക്കൾ നിന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയത്. ഉറക്കമൊഴിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട നിന്റെ ഉമ്മ നിന്റെ ഉപ്പയുണ്ടല്ലോ, അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല, സാധ്യമല്ല. കൊണ്ട് മാതാപിതാക്കൾക്ക് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ 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 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ റഹ്മാനേ. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് കരുണ ചെയ്തതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് കരുണ ചെയ്യണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളെ സന്തോഷങ്ങൾ കാണാൻ ഇന്ന് ഞങ്ങളെ കൂടെ അവരില്ലല്ലോ അല്ലാ. അവരെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അവരെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ തൊട്ടവരെ കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ യാ ക്രമ ബൈത്ത് നമുക്ക് ചെല്ലാം. വളരെ ഫായിദുള്ള ഒരു ബൈത്താണ്. എല്ലാവരും മൗലായ ചെല്ലണം എൻ്റെ കൂടെ. ആത്മാർത്ഥമായി നല്ല മനസ്സോടെ എൻ്റെ രോഗം മാറണം, അസുഖമുള്ള ആളുകൾ എൻ്റെ രോഗം മാറണം, കടമുള്ള ആളുകൾ എൻ്റെ കടങ്ങൾ വീടണം, എൻ്റെ പ്രയാസങ്ങൾ മാറണം, എൻ്റെ സങ്കടങ്ങൾ മാറണം എന്നുള്ളൊരു നീയത്തോടു കൂടി ഇൻഷാ അല്ലാ മുത്തുനബിയെ മഹബത്ത് വെച്ചുകൊണ്ട് എൻ്റെ കൂടെ യാ ക്രമ ചൊല്ലിക്കോളിയും. വലിയ ഫായിദ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സംശയമല്ല. അനേകായിരം ആളുകൾക്ക് ഫലം കിട്ടിയ ബൈത്താണ്. അനേകായിരം ആളുകൾക്ക്, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, അനേകായിരം ആളുകൾക്ക്. എത്രയാണ് പറഞ്ഞാണ്? അനേകായിരം ആളുകൾക്ക്. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ അനേകായിരം ആളുകൾക്ക്. അത്രയും ഫളിലാണത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق ما لمن الوذ به سواك عند هلول الحديث العامم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم وليدك رسول الله جاهك بي اذا الكريم تحلى باسم منتقم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا لفظ لا تقنتي من زلة عظمت إن الكبائر في الغفران كالأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ترى بهنا يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم
دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والطف بعبدك في دارين إن له صبرا ما تدعوه الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما رنت عذبات الباني ريح صبا وأطرب العيسى العيس بالنغم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرلا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبيد طلحة وأبي عبيدة وابن أوف عسير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رب സ്വീകരിക്കട്ടെ. എന്ത് ഉദ്ദേശം വെച്ചാണോ നമ്മൾ ഈ ബൈത്ത് ചൊല്ലിയതെങ്കിൽ ആ ഉദ്ദേശം നിറവേറ്റണേ അല്ലാ. ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മുറാദുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി റജബിലും ശഅബാനിലും ദുആ ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥന നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും അത് കാണാതെ പഠിച്ചിട്ടുണ്ടാവില്ലേ? اللهم بارك لنا في رجب وشعبان وبلغنا رمضان. 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 اللهم بارك
بارك لنا في رجب وشعبان وبلغنا رمضان اللهم 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 بارك لنا في رجب وشعبان وبلغنا رمضان അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും മക്കളുടെ വിദ്യാഭ്യാസത്തിലും എല്ലാറ്റിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അത്ഭുതകരമായ ഒരു ഇസ്മ ചൊല്ലാം. വളരെ പ്രധാനപ്പെട്ട ഇസ്മാണ്. യാ ഫത്താഹു യാ അല്ലാഹ്, 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 യാ ഫത്താഹു യാ Allah ya fattahu ya 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 Allah. അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. ഒരു 11 സ്വലാത്ത് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ
إله إلا الله لا 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 إله إلا الله അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരം ആയിരം പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈമാൻ നന്നാക്കണേ അല്ലാഹ്. أستغفر الله العظيم 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 അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറഞ്ഞാണ്. ഒരുപാട് ദിക്റുകളും സലാത്തുകളും ചൊല്ലിയില്ലേ, യാക്രമ ചൊല്ലിയില്ലേ, ഒരു 3 അൽഹംദുലില്ലാഹ് അൽഫമറ എന്ന് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ് അൽഫമറ അൽഹംദുലില്ലാഹ് അൽഫമറ അൽഹംദുലില്ലാഹ് അൽഫമറ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയത് സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാര് ഈ മജ്ലിസിൽ പറഞ്ഞ ദിക്റുകളും സലാത്തുകളും ചൊല്ലിയത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. കീറി മുറിക്കണ്ട രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ടുകാക്കണേ അല്ലാഹ്. വേദനകൾ സഹിച്ച് ജീവിക്കുന്നവരുടെ വേദനകൾ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. എന്ത് രോഗമുണ്ടെങ്കിലും യാക്രമബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. ആയുരാരോഗ്യം നൽകണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, അവർക്ക് നല്ല വീട് കൊടുക്കല്ല അല്ലാഹുവേ. വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ, ഓലമേഞ്ഞ വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്. നല്ലൊരു വീടില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾ നീ സഹായിക്കണേ അല്ലാഹ്. നല്ല വീട് കൊടുക്കല്ല. കടങ്ങൾ കാരണം പ്രയാസപ്പെടുന്ന എത്ര ഉമ്മമാരാണ്, ഉപ്പമാരാണ്, സഹോദരിമാരാണ്. എന്നും ഞങ്ങളെ മജ്ലിസിൽ കരഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. പടച്ചവനെ അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കല്ല. നിന്റെ ഖജനാവ് എത്ര കൊടുത്താലും തീരാത്ത ഖജനാവാണല്ലോ. ആ ഖജനാവിൽ നിന്ന് ഓശാരമായി നൽകണേ അല്ലാ. കടക്കാരാക്കല്ല അല്ലാ, പട്ടിണിയിലാക്കല്ല അല്ലാ, ദാരിദ്ര്യത്തിലാക്കല്ല അല്ലാ. ഭക്ഷണത്തിൽ വിശാല നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഒരുപാട് ആളുകൾ
ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, നല്ല ജോലി കൊടുക്കല്ല. ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയവരുണ്ട്, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല. നാട്ടിലുള്ളവർക്കും നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. പഠിച്ച ജോലി മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് മക്കൾ പരീക്ഷ എഴുതാൻ പോകും, പല പല എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകൾ, എഴുതിയ ആളുകളുണ്ട്. നല്ല വിജയം നൽകല്ല. പരീക്ഷ എഴുതുന്ന സമയത്ത് പഠിച്ചത് എഴുതാനുള്ള ഓർമ്മ ശക്തി കൊടുക്കണേ റഹ്മാനെ. ഉന്നത വിജയം നൽകണേ അല്ലാ. A+ കൊടുക്കണേ അല്ലാ. പൊതുവെ പരീക്ഷയിൽ ഫുൾ മാർക്ക് കൊടുക്കണേ അല്ലാ. പരാജയം ഒരിക്കലും നൽകല്ല അല്ലാ. ഞങ്ങളെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ അല്ലാ. പടച്ചവൻ ഒരുപാട് ഗർഭിണികൾ സുഖപ്രസവം കൊടുക്കണേ അല്ല. ഒരു പ്രയാസമില്ലാതെ പ്രസവിക്കാനുള്ള തൗഫീഖ് കൊടുക്കല്ല. പടച്ചവനെ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കല്ല. ഓശാരമായി കൊടുക്കല്ല. ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല. ഐക്യം നൽകണേ അല്ല. സമാധാനം നൽകണേ അല്ല. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഞങ്ങളെ ജ്യേഷ്ഠനിയന്മാര്, ജ്യേഷ്ഠന്മാര്, അവരെ ഭാര്യ മക്കള്, കുടുംബക്കാര്, ജ്യേഷ്ഠത്തിമാര്, അനിയത്തിമാര്, അവരെ ഭർത്താക്കന്മാര്, അവരെ മക്കള്, അല്ലാ, ഞങ്ങളെ അയൽവാസികള്, ഭക്ഷണം തന്നവര്, വെല്ലുപ്പ വെല്ലുമ്മമാര്, ഞങ്ങളെ കൂട്ടുകാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, മുഅ്മിനീങ്ങള്, മുഅ്മിനാത്തുകള്, ഞങ്ങളെ മജ്ലിസ് കാണുന്ന ആളുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കാവല് നൽകണേ അല്ലാ. മുറാദുകൾ ഹസിലാക്കണേ അല്ലാ. ഹാജത്തുകൾ ഹസിലാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പൈശാചികമായ സിഹ്ർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഹജ്ജും ചെയ്യാല തൗഫീഖ് നൽകണേ അല്ലാ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. സ്വർഗ്ഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗ്ഗമാക്കണേ അല്ലാ. അവരെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. അവർക്ക് സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിയായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈകൽ മസീർ. ഇനിയും ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിനക്കറിയാം. അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്ലിസ് കബൂൽ ചെയ്യണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീന യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് ഇനി ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. അതിൽ അടിപൊളി ഒരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഞാൻ വരും. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നാളെ രാവിലെയും നമ്മൾ 6 മണിക്കത്തെ മജ്ലിസ് ഉണ്ടാകും. അതിലും പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.